ജനം വെറുത്തു ഈ ഗവൺമെന്റിനെ. ജോസ് കെ മാണി എന്ന വ്യക്തിയാണ് മത്സരിക്കുന്നതെങ്കിൽ അപ്പോഴും ഈ ആത്മവിശ്വാസം കൂടുകയാണോ ചെയ്യുന്നത്, ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം? എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ആര് മത്സരിച്ചാലും ആത്മവിശ്വാസത്തോടുകൂടി 100% ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന ഉത്തമമായ വിശ്വാസമാണ്. അന്ന് ജോസ് കെ മാണി മത്സരിച്ചിരുന്നുവെങ്കിൽ പരാജയം നേരിടേണ്ടി വരുമായിരുന്നു? ഒരു കാരണവശാലുമില്ല. ആറ്റിലെ വെള്ളം പറ്റുകയും പട്ടിയിക്കര ഒന്ന് കടിക്കുകയും ചെയ്യുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത്തവണ പാലയിൽ ജോസ് കെ മാണി, മാണി സി കാപ്പൻ, ഷോൺ ജോർജ് ഒരു ത്രികോണ പോരിനാണോ പാല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? സാധ്യത ഉണ്ടാവില്ല. നേഷൻ ഫെസ്റ്റിൽ നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് പാലാ MLA മാണി സി കാപ്പനാണ്. നമസ്കാരം സർ. നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലയിൽ നിന്ന് തന്നെ അംഗത്തിനിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ ഇതുവരെയായി? ഒരുക്കങ്ങൾ തുടങ്ങി. പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇലക്ഷനിൽ മത്സരിച്ച് മുഴുവൻ പേരെയും ജയിച്ചവരോ തോറ്റവരോ ഒന്നുള്ള വ്യത്യാസമില്ലാതെ അവരെയും അവരോടൊപ്പം പാർട്ടിയുടെ ഭാരവാഹികളെയും കോൺഗ്രസ്, കേരള കോൺഗ്രസ്, KDP, 3 പാർട്ടിയാണ് ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിലുള്ളത്. അവരുടെ 8 ജില്ല മണ്ഡലം തലത്തിലുള്ള ആളുകളെ വെച്ചുള്ള യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പൂർത്തിയായി. ഇനി ഉള്ളത് 8 പഞ്ചായത്തുകളെ ബാക്കിയുള്ളൂ. അതെ, അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പാലായെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിന് പ്രശ്നമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 15,000 വോട്ടിന് ജയിച്ചു. ഈ പ്രാവശ്യം 20,000 വോട്ടിന് ജയിച്ചു. സംശയം വേണ്ട. കാരണം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെന്നിട്ടുണ്ട്. ഞാൻ പാലാ ടൗണിൻ്റെ നടുക്ക് 2 വാർഡിൽ മാത്രമല്ല വികസനം എത്തിച്ചത്, ഗ്രാമങ്ങളിലേക്കാണ് വികസനം മുഴുവൻ കൊണ്ടുവന്നത്. കാരണം എൻ്റെ കാൽക്കുലേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ വളർച്ച. അവിടെ 2 ടൂറിസ്റ്റ് സ്റ്റേഷൻസ് വന്നു, ഇല്ലിക്കല്ലും ഇലവിഴ പുഞ്ചിറയും. ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ഈ ഇലവിഴ പുഞ്ചിറയുടെ വ്യത്യാസം സൺസെറ്റും സൺറൈസും കാണാം. അപ്പം മലപ്പുറം, കണ്ണൂർ മേഖലകളിൽ നിന്നുള്ളവർ അങ്ങ് കന്യാകുമാരിക്ക് പോകുന്നതിന് പകരം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റോഡുണ്ട്. BMC ലെവലുള്ള റോഡ് ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പം അന്ന് പണം അനുവദിച്ച് അത് ചെയ്ത് കിട്ടിയതല്ല ആ റോഡുകളൊക്കെ. പിന്നീട് ഈ ഗവൺമെൻറ് വന്ന ശേഷം നിഷേധാത്മകമായൊരു നിലപാടാണ് പാലയോട് എടുത്തിട്ടുള്ളത്. ആകെ MLA ഫണ്ടായിട്ട് കിട്ടുന്ന 5-6 കോടി രൂപ ഒരു വർഷവും, പിന്നെ ബഡ്ജറ്റിൽ 5 കോടി രൂപയും തരും. അത് കൂടുതൽ തന്നിട്ടില്ല. അപ്പം താരാതിരുന്നുകൊണ്ട് തന്നെ അവിടെ പല പണികളും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. മാണി സാറിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പല പരിപാടികളും മനഃപൂർവ്വം തരാതിരിക്കുന്നു. ഇവരുടെ ധാരണ, ഇത് തടയുന്നവരുടെ ധാരണ, ഇതുകൊണ്ട് നമ്മുടെ ഏതാണ്ട് ഇമേജ് തരുന്നത്. ആ വസ്തുതകൾ നമ്മൾ ജനങ്ങളെ സമയാസമയങ്ങളിൽ ധരിപ്പിച്ച മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത് ജോസ് കെ മാണി എന്ന വ്യക്തിയാണ് മത്സരിക്കുന്നതെങ്കിൽ അപ്പോഴും ഈ ആത്മവിശ്വാസം കൂടുകയാണോ ചെയ്യുന്നത്, ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം? എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ആര് മത്സരിച്ചാലും ആത്മവിശ്വാസത്തോടുകൂടി 100% ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന ഉത്തമമായ വിശ്വാസമുണ്ട്. കാരണം ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്നതിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പിന്തുണ വേണ്ട. നേരെ കയറിയിഞ്ഞ് വരാം, കാര്യങ്ങൾ പറയാം. ആർക്കാണെങ്കിലും അല്ലെ ആർക്കും ഫോൺ വിളിക്കാം. വിളിച്ചിട്ട് അപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കും. ആരും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അവിടെ ഒരു MLA ഓഫീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായി. ഈ 6.5 വർഷത്തിനിടയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000-40,000 പേര് ആ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഓരോരോ ആവശ്യങ്ങൾക്ക് 2 ലക്ഷം വോട്ടേ ഉള്ളൂ എന്ന് നോക്കണം. 2,20,000 വോട്ടേ ഉള്ളൂ. അവിടെ ഉണ്ട് 40 രജിസ്റ്ററുണ്ട്. ഓരോരുത്തരും വന്ന ആവശ്യങ്ങളും എല്ലാം. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാപ്തനായ പിന്നെ ഒരകർച്ചയില്ല. ഞാനിരിക്കുന്ന ഒരു ബെഞ്ചിലാണ്, ഫ്രണ്ടിൽ. ആ ബെഞ്ചിൽ ആ കൂടെ ഇരുത്തുന്ന ആരോട് കാര്യം ചോദിക്കാൻ എന്താ പ്രശ്നം? അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതെ. അപ്പോൾ കെ മാണി സാർ മരിക്കുന്ന സമയത്ത് അതിനുശേഷം ഉണ്ടായ ബൈ ഇലക്ഷനിൽ ജോസ് കെ മാണി മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു വലിയൊരു സഹതാപ തരംഗം ഉണ്ടായേനെ. അത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിയേനെ. അപ്പോൾ അന്ന് ജോസ് കെ മാണി മത്സരിച്ചിരുന്നുവെങ്കിൽ പരാജയം നേരിടേണ്ടി വരുമായിരുന്നു? ഒരു കാരണവശാലുമില്ല. ആറ്റിലെ വെള്ളം പറ്റുകയും പട്ടിയിക്കര ഒന്ന് കടിക്കുകയും ചെയ്യുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അത് ആ ഘട്ടത്തിൽ ഞാൻ 3 പ്രാവശ്യം മാണി സാറുമായിട്ട് മത്സരിച്ചു. 25,000 ഭൂരിപക്ഷം 7,500 വന്നു ആദ്യം. രണ്ടാമത് 5,700 മൂന്നാമത് 4,500. അപ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് അദ്ദേഹത്തോട് വേണമെങ്കിലും കൊടുക്കാവുന്ന രീതിയിൽ
നമ്മളും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പാരമ്പര്യമുണ്ട്. എൻ്റെ ഫാദർ MP ആയിരുന്നു, MLA ആയിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഞങ്ങൾ 3 ബ്രദേഴ്സ് 2000 മുതൽ 2005 വരെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഇതുകൊണ്ട് സിമ്പതിയൊന്നും ഒപ്പം കിട്ടാനില്ല. അതും ഒരാൾ ചെറുപ്പത്തിലെ തന്നെ മരിക്കുന്നതും പ്രായമായി മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറുപ്പത്തിലെ മരിക്കുന്ന ആളിനോട് സിമ്പതി കാണും, അവരുടെ ബന്ധുവോ സ്വന്തക്കാരനോ എല്ലാം വന്നാൽ. ശരി. അപ്പോൾ KM മാണി സാർ ഉണ്ടാക്കിയ ഒരു ഓറയുണ്ടല്ലോ, പാല എന്ന് പറയുമ്പോൾ KM മാണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇനിയുള്ള വരും വർഷങ്ങളിൽ ഇനിയൊരു ഈ 10, 20, 15 വർഷങ്ങളൊക്കെ പാലായുടെ തലപ്പത്തിരിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാലഘട്ടം വരെ ഈ രാഷ്ട്രീയത്തെ തുടരുകയുള്ളൂ. അല്ലാണ്ട് മരിക്കുന്നിടം വരെ ഇതിലങ്ങ് പോയിക്കോട്ടെ. ഓരോ ചെറുപ്പക്കാർ വരട്ടെ, അവർ നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യട്ടെ. അതെ. പാലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാണി എന്ന പേരിനോടൊരു സ്നേഹ കൂടുതൽ പാലയിലെ ജനങ്ങൾക്കുണ്ടോ? തെറ്റിദ്ധാരണയാണ്. മാണി സാർ 52 കൊല്ലത്തോളം MLA ആയിരുന്നു. അദ്ദേഹം 25 വർഷത്തോളം ആ കാലഘട്ടങ്ങളിൽ മന്ത്രിയായിരുന്നു. അനവധി ആളുകൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടവരും ഉണ്ട്. അദ്ദേഹത്തിന് ഇതിനെ 3 പ്രാവശ്യം മത്സരിച്ച ഒരാളെന്നുള്ള നിലയിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ട്ഷിപ്പും ഇതുമല്ല. എനിക്ക് സ്പോർട്സിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്, സിനിമയിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കായിക രംഗങ്ങളിലുള്ള മുഴുവൻ പേരുടെയും 2000 ഫാമിലിയെങ്കിലും ഉണ്ട്. കലാകാരന്മാരും കായികമായി രംഗമായിട്ട് ബന്ധപ്പെട്ടവരും. ആ 2000 ഫാമിലിയുടെ വോട്ട് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അത് രാഷ്ട്രീയത്തിന് അതീതമായുള്ള വോട്ടുകളാണ്. പിന്നെ കുടുംബ വോട്ടുകൾ. ഞങ്ങളുടെ തന്നെ ഓരോ വീട്ടിൽ 10-15 പേരാണുള്ളത്. ആ നേരത്തെ ഉള്ള അവർക്കൊക്കെ ഇപ്പം 2-3-4 പിള്ളേരൊക്കെ ഉള്ളൂ. അതിന് ഒരു 10-300 ഫാമിലി വരാനില്ലേ. പിന്നെ ഏത് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോകും. അംഗൻവാടിയുടെ പരിപാടിക്ക് വിളിച്ചാലും ഗ്രാമസഭയ്ക്ക് വിളിച്ചാലും ഞാൻ പോകും. അപ്പോൾ പാലായിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും അഭിമാനം തോന്നുന്ന, ഏറ്റവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടായ പദ്ധതികൾ, ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്ത് തന്നെ അതിൻ്റെ തുടർച്ച ഈ ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഈ 2 സ്ഥലങ്ങളും വന്നേനെ. പാലായ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പാലായിലെ സെയിൻറ്റ് അൽഫോൻസയുടെ ടോംബ് സ്ഥിതി ചെയ്യുന്ന പാലായിലെ ഭരണിയാണത്. നാലമ്പല ദർശനത്തിന് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു ജൂലൈ മാസത്തിൽ മുതൽ, മലയാളത്തിലെ മാസം ഞാൻ ഓർക്കുന്നില്ല, ആ 30 ദിവസം രാമലക്ഷ്മണ ശത്രുഘ്നൻ ഭരതൻ ഇത്രയും പേര് 4 ക്ഷേത്രവും ദർശിച്ച് വീണ്ടും രാമക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ നേട്ടങ്ങൾ കൈവരിക്കും എന്നുള്ള വിശ്വാസമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാമെന്ന്. അതുപോലെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, ആ കുഞ്ഞച്ചൻ്റെ ടോംബും സ്ഥിതി ചെയ്യുന്ന രാമപുരത്താണ്. ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നത് എന്തുകൊണ്ട് ചിന്തിച്ചില്ല, ചെയ്തില്ല എന്നുള്ളതൊരു വലിയ കഷ്ടമല്ലേ. ഈ ഇത്രയും നല്ല ഇപ്പം ഇലവിഴ പൂഞ്ചിറ പോകുന്ന ആളുകൾ മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലെ ജനം അത് മറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. 5300 വോട്ടാണ് അവിടെ പോൾ ചെയ്ത് ഈ മേലുകാവ് എന്ന സ്ഥലത്ത്. ഇലവിഴ പൂഞ്ചിറ ഏറ്റവും കുറവ് വോട്ടാണ്. അതിൽ 1200 വോട്ടിന് ലീഡ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജനം അത് ഓർത്തിരിക്കും. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 4-5 പാലങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്നും, സർക്കാരിൻ്റെതായിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരു പാലപ്പടി തുടങ്ങുന്നേ ഉള്ളൂ. കുരിശിങ്കൽ പാലം വീതി കൂട്ടി പണിയാനായിട്ട്. ഗവൺമെൻറ് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകളെ, അന്നൊക്കെ ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ അപ്പുറത്തായിരിക്കുമ്പം ഓഫീസുകളിൽ കയറി ചെല്ലുകയും സീമനെ കണ്ട പേപ്പറുകൾ ഒപ്പിടിപ്പിച്ചുകൊണ്ട് പോരുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അവർക്കൊക്കെ തന്നെ ഒരു സിമ്പതി ഉണ്ടായിരുന്നു. ഇയാൾ ഇത് നേരത്തെ ഓടി വരുന്നല്ലോ, വേറെ MLA-മാരും വരുന്നില്ലല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ 1.5 വർഷം കൊണ്ട് 80 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാലായി നടന്നു. ഇപ്പോഴൊക്കെ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ LDF-നൊപ്പവും നിന്നിട്ടുണ്ട്, UDF-നൊപ്പവും നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തരം എത്രത്തോളമാണ്? LDF-നൊപ്പം 3 പ്രാവശ്യം മത്സരിച്ചു. അതായത് 15 വർഷ കാലാവധി. പിന്നെ ഒരു ഇലക്ഷൻ 3ാമത്തെ പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞപ്പോഴാണ് മാണി സാറ് മരിക്കുന്നത്. അപ്പോൾ ആ ഇത്രയും കാലം കൂടെ നിന്നിട്ടും 18 മാസം ഒരു നല്ല MLA ആണെന്ന് തെളിയിച്ച ശേഷവും സീറ്റില്ല, കുട്ടനാട്ട് പോയി മത്സരിച്ചോളാൻ പറഞ്ഞാൽ അതനുസരിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പകരം ഇങ്ങനെ പറയായിരുന്നു, നിങ്ങൾക്ക് 3 സീറ്റ് പാല, കുട്ടനാട്, എല്ലത്തൂർ നിങ്ങൾ ജയിച്ചാണ്. പാലായ്ക്ക് പകരം വേറൊരു സീറ്റ് തരാം, വിജയസാധ്യതയുള്ള
മാറിക്കൊടുത്തേ. അതിന് പകരം വേണേൽ കുട്ടനാടെടുത്ത് പോയി എന്നുള്ളത് പറഞ്ഞ് പണ്ടാരോട്ട് പറഞ്ഞ പണിക്കിൻ്റെ പണിയുള്ള നാളെ മുതൽ ഇങ്ങോട്ട് പോരണ്ട എന്ന് പറഞ്ഞ സ്ഥിതിയായിപ്പോയി. അത് നമ്മൾ തയ്യാറല്ലായിരുന്നു. അത് ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അവിടെ കിട്ടിയത്. അപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്നൊരു കാലമുണ്ടല്ലോ. അപ്പോൾ ഇടതുപക്ഷം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്തൊരു പ്രത്യയശാസ്ത്രമാണ് UDF-നുള്ളതെന്ന്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു പറിച്ചുനടൽ ഉണ്ടായപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ രാഷ്ട്രീയ ജീവിതത്തിൽ? എന്നെ സംബന്ധിച്ച് ബേസിക്കലി എൻ്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഒരു ബേസിക് കോൺഗ്രസ് മാനുമായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ച് 56 വയസ്സ് രാഷ്ട്രീയം നിർത്തി ഈ പറഞ്ഞ കൃഷിയുമായിട്ട് മാറിപ്പോയി. അന്നത്തെ ആളുകളുടെ ചിന്താഗതി അങ്ങതായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളോട് പറയുന്നത് ജീവിക്കാനുള്ള സമ്പത്ത് കയ്യിലില്ലാതെ രാഷ്ട്രീയത്തിന് ഇറങ്ങരുത് അന്ന് പറഞ്ഞിരുന്നു, ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ വളരെ ലേറ്റായിട്ട് ഇതിൽ വന്നത്. അത് ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചിരുന്നപ്പോഴും ഈ കോൺഗ്രസ്സിലെ എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധം. കാരണം ഫാദറുമായിട്ട് എല്ലാവർക്കും ബന്ധമുണ്ടായിരുന്നു, ജൂനിയേഴ്സായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും. അപ്പോൾ ആ 1-to-1 ബന്ധം എല്ലാവരുമായിട്ട് നിലനിർത്തി പോകുന്നുണ്ട്. ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, അവിടെ ഫ്രീഡം കുറവാന്നുള്ളത്. അത് സമ്മതിക്കുന്ന ഫ്രീഡം മീൻസ് LDF കൂടുക, അഭിപ്രായങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഇവിടെയാണെങ്കിൽ UDF-ലാണെങ്കിൽ ആർക്കും നിന്ന് സംസാരിക്കാം. എന്നുവെച്ചാൽ വഴക്കുണ്ടാക്കുന്ന ടേൺ അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ച് ഇനി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗം പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ന്യായമായ കാര്യങ്ങളാണ്, അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അതെ. അപ്പോൾ ഇത്തവണ പാലയിൽ ജോസ് കെ മാണി, മണി സി കാപ്പൻ, ഷോൺ ജോർജ് ഒരു ത്രികോണ പോരിനാണോ പാല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? സാധ്യത ഉണ്ടാവില്ല. അതിന് കാരണം രണ്ട് കരുത്തരായ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ 3-ാം മുന്നണിക്ക് അവിടെ ഒരു സ്കോപ്പില്ല. മറിച്ച് തിരുവനന്തപുരത്തെ നിയമത്തെ പറ്റിയോ അല്ലെ വട്ടിയൂർക്കാവിനെ പറ്റിയോ അല്ലെങ്കിൽ കായംകുളത്തെ പറ്റിയോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് കറക്റ്റാണ്. അത് ട്രയാങ്കുലർ ഫൈറ്റാണ് എന്ന് പറയാം. ഇവിടെ അതില്ല. ഇവിടെ 2 മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്നു. അതിലൊരു പ്രയോറിറ്റി നമുക്ക് കിട്ടാത്തത് കൊള്ളാവുന്ന ഒരു MLA ആണ് തെളിയിച്ചതിൻ്റെ ഒന്ന്. 2, ഈ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നമ്മളവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. കാര്യം അവരൊക്കെ എഴുതുന്നുണ്ട്, അങ്ങനെ വികസനം വന്നില്ല. അവർ കാണുന്ന പാലാ ടൗണിന് നടക്കേണ്ടതിലും പടുത്ത് വെച്ചാലേ വികസനമാകുള്ളതാണ്. അതല്ല, യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തിയതാണ് എനിക്ക് കിട്ടിയ ഒരു ഗുണം. അതെ. അപ്പോൾ പാലായിൽ അല്ലെങ്കിൽ കോട്ടയം ഏരിയയിലൊക്കെ BJPക്ക് വളർച്ച എത്രത്തോളമാണ് ഇപ്പോൾ? വളരുന്നുണ്ടോ? ഈ വരുന്ന ഇനി ഒരു 10-15 വർഷത്തിനുള്ളിൽ ഒരു വലിയ ഈ പറഞ്ഞ ഒരു ത്രികോണ പോരിന് പാകമാകുന്ന ഒരു മുന്നണിയായി BJP മാറുമോ? അത് ഞങ്ങളുടെ നാട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും, കോട്ടയം ജില്ലയിൽ. കാരണം ആ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് യോജിച്ചു വരാനായിട്ട് ജനത്തിന് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ കമ്മ്യൂണിറ്റികൾ എൻ ബ്ലോക്കായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാവാം. അതെ. അപ്പോൾ കുറച്ചു മുന്നേ പറയുകയായിരുന്നു സാറിന്റെ പ്രഡിക്ഷനുകളെല്ലാം കറക്റ്റായി വരാറുണ്ടെന്ന്. അപ്പോൾ തിരുവനന്തപുരമല്ല, കേരളം മുഴുവൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 35 സീറ്റുകളാണ് BJP പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. 35 അല്ലെങ്കിൽ 3-5 അതിലേക്ക് എത്താനെങ്കിലും BJPക്ക് സാധിക്കുമോ ഇത്തവണ? എൻ്റെ ഒരു കണക്കൂട്ടിൽ ചിലപ്പോൾ ഒരു 5 സീറ്റ് വരെ പിടിച്ചേക്കാം, നിയമം ഉൾപ്പെടെ. നിയമത്ത് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറയുന്നില്ല. 5 സീറ്റ് വരെ BJP ജയിച്ചേക്കാം, സാധ്യതയുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതെ. പക്ഷെ ആ നേരത്ത് വോട്ട് ചെയ്യുന്നവരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും. എൻ്റെ നിയോജകമണ്ഡലമോ പരിസരത്തുള്ള നിയോജകമണ്ഡലത്തെ പറ്റിയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. അതെ. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പറയുന്നത് 100 സീറ്റിലധികം നേടി UDF ഭരണത്തിൽ വരുമെന്നാണ്. UDF ഭരണത്തിൽ വരാനുള്ള സാധ്യത ഏറെക്കുറെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ 100 സീറ്റിലധികം നേടി തന്നെ ആയിരിക്കുമോ അധികാരത്തിൽ വരുന്നത്? തീർച്ചയായിട്ടും. അതിന് കാരണം ജനം പിണറായി ഗവൺമെന്റിനെ വെറുത്തു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ വ്യത്യാസം ഇപ്പം എന്നോട് ചോദിച്ചില്ലേ കുറച്ച് മുമ്പേ, ഇത്തവണ എന്നാ വോട്ട് കിട്ടുമെന്ന്. കഴിഞ്ഞ തവണ ഒരു പിണറായി തരംഗമായിരുന്നു. ജനങ്ങളെ കരുതലോടുകൂടി കരുതിയ ഒരു ഗവൺമെൻറ്, അഴിമതിയില്ലായിരുന്നു. ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ വെള്ളപ്പൊക്കം വന്നു, വലിയ പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു. ഈ സമയത്തൊക്കെ ജനങ്ങളെ കരുതലോട് കാണുകയും അവർക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്തൊരു സർക്കാരാണ്. നിരവധി അനവധിയായ നല്ല കാര്യങ്ങൾ ചെയ്തത്. ആ തരംഗത്തിലും ഞാൻ 1378 ലീഡ് എനിക്ക് കിട്ടി. അതിന് മുമ്പ് ഞാൻ LDF നിന്ന് ജയിച്ചത് 2943 വോട്ടിനാണ്. ആ ഡിഫറൻസ് അവിടെ വന്നു. അപ്പം ഇങ്ങനെ ഒരു തരംഗമില്ലല്ലോ, ഇപ്പം വിരുദ്ധ തരംഗമല്ലേ ഉണ്ടോ. അപ്പം കൂടുതൽ വോട്ടുകൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയമാണ്, എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വരുന്ന 2-3 മാസങ്ങൾക്കുള്ളിൽ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി നടന്ന് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. എന്ത് വലിയ അഴിമതി കൊണ്ടുവന്നാലും എന്ത് വലിയ വിഷയം കൊണ്ടുവന്നാലും നടക്കില്ല. ഒരു കാര്യം ജനത്തിന്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ജനത്തിന് ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരനാണ് ആ വിരോധം തീർക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ്. മറ്റാണെങ്കിൽ വല്ല വർഷം പഴക്കമാണെങ്കിൽ തമ്മിൽ തല്ലി തീർക്കുന്നു. ഇതല്ല, ജനം വെറുത്തു ഈ ഗവൺമെന്റിനെ, പാടെ വെറുത്തു. അപ്പോൾ ഇവർ തിരിച്ചധികാരത്തിൽ വരുന്നവർ ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യ മേഖലയെ പറ്റി, ആരോഗ്യ വകുപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. കോവിഡിലൊക്കെ കോവിഡ് കാലത്തും നിപ്പ കാലത്തും ഒക്കെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ അതപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ്, ആരോഗ്യ മേഖല വളരെ കുത്തഴിഞ്ഞ സ്ഥിതിയിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു കേംബ്രിഡ്ജിന്റെ മുൻ മേയറായ അഡ്വക്കേറ്റ് ബൈജു തെട്ടലയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കോവിഡ് കാലത്തും വലിയ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല, എല്ലാം ഒരു പ്രൊപ്പഗാൻഡ ആയിരുന്നു, കുറെ കണക്കുകളെല്ലാം മറച്ചു വെച്ചിരുന്നു എന്നൊക്കെയാണ്. അല്ല, തെറ്റാ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ ആൾക്കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പറയുന്നതല്ല. കോവിഡ് കാലത്തൊക്കെ ജനങ്ങളെ കരുതലോടുകൂടി നോക്കിയ ഗവൺമെന്റ്, പ്രത്യേകിച്ചും ശൈലജ ടീച്ചർ ഏത് വിഷയമുള്ളിടത്തും പോവുകയും പിടിക്കുകയും ഓരോരോ മരുന്നില്ലാത്ത പ്രശ്നം വന്നിട്ടില്ല. ഇന്ന് ആശുപത്രിയിൽ മരുന്നുണ്ടോ, സൗകര്യങ്ങളുണ്ടോ? ഇതെന്തൊന്നും നോക്കാനില്ല. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ചികിത്സ ചെയ്യുന്നത്. തെറ്റാതെ. അതെ. അപ്പോൾ ഈ ആരോഗ്യ മേഖല ഇത്തരത്തിൽ അധപതിച്ചു പോകാനുള്ള കാരണം അതിന്റെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണോ അതോ സർക്കാരാണോ ഇതിന്റെ അനാസ്ഥ കാണിച്ചത് ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ? ഇപ്പോഴത്തെ മന്ത്രിമാർക്കൊന്നും അവരുടെ വകുപ്പിൽ ഒരു ഹോൾഡും ഇല്ല. അതെല്ലാം നേരിട്ട് മേളിൽ നിന്ന് തീരുമാനിക്കുക. അതിൻ്റെതായ ന്യൂനതകളുണ്ട്. ഒരാൾക്കൊരു പണിയെ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇപ്പം അവരോട് പറഞ്ഞാൽ അവർ പറയും, വീണ ജോർജ് പറയും, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ടൊക്കെയാണ് പോകുന്നത്. അതേ അവർക്ക് പറയാൻ പറ്റൂ. അതെ. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അത്തരമുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവുക. ഈ ശബരിമല തന്നെ നവോത്ഥാന നായകനാകാൻ പിണറായി ശ്രമിച്ചില്ലേ? വ്യാപകമായ എതിർപ്പുണ്ടായില്ലേ? ആ എതിർപ്പ് പോലും കവർ ചെയ്യുന്ന ഒരു മെച്ചം ഗവൺമെന്റ് ഉണ്ടായി. എവിടെ? ഇനിയിപ്പോൾ കോവിഡ്, അതുപോലെ പ്രളയം, ഈ 3 കാര്യങ്ങൾ വന്നപ്പോഴും. അപ്പോൾ പിന്നെ പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു. പാലായിൽ ഒറ്റയ്ക്ക് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 സ്ഥലത്ത് ആദ്യം നടന്ന സ്ഥലം പാലായ. 52 വർഷത്തിന് ശേഷം ഇത് തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഇമേജ് കൂടുക. ഇത് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ 4 കൂടി ജയിച്ചു. അപ്പം അതൊരു വലിയ വിജയമല്ലായിരുന്നു. അപ്പം പിന്നെ ഈ ഗവൺമെന്റ് തിരിച്ചു വരുമെന്നുള്ള ചെയ്ത നല്ല പ്രവർത്തികൾ കൂട്ടുമ്പോൾ സ്വാഭാവികമായി തിരിച്ചു വരും. ആ സ്ഥിതിയായിരുന്നു. ഞാൻ ജയിച്ച് ചെന്ന ശേഷമാണ് കോവിഡ് വരുന്നത്. അത് കറക്റ്റായിട്ട് മുഖ്യമന്ത്രി MLA-മാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം കൃത്യം ഡയറക്ഷൻ കൊടുത്ത് വീടാന്തരം അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് പരിഹരിക്കാനും സ്ക്വാഡുകൾ ഉണ്ടാക്കി അവർക്കൊക്കെ ബാഡ്ജും കാര്യങ്ങളും കൊടുത്ത് അവരെ വീടുകളിലേക്ക് അയക്കാനും കണ്ടെയ്ൻമെൻറ്റ് സോണുള്ളത് കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റാനും ഒക്കെയുള്ള തീവ്രമായ ശ്രമം ഗവൺമെൻറ് ഭാഗത്ത് നടത്തിയിരുന്നു. അതെല്ലാം ജനം കരുതലോടുകൂടി വളരെ ആദരവോടി കരുതുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ സ്ഥിതി എന്നാ? സ്വർണ്ണം കൊള്ളയടിച്ചുകൊണ്ട് വന്ന അയ്യപ്പൻ്റെ സ്വർണ്ണം, എന്നിട്ട് പാട്ട് എഴുതിയവനെ പിടിക്കാൻ നടക്കുക. മൈക്ക് കേടായാൽ മൈക്കുകാരനെതിരെ കേസ്. ഇതെന്നാ? ഏത് ഭരണം ഇത്? ഏത് ഹിറ്റ്ലറാണ് അവിടെ ഭരിക്കുന്നത്?